ഹായ്, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി ഞാൻ ലോങ് വീഡിയോയിൽ പറയുന്നുണ്ടെന്ന്. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ലോങ് വീഡിയോ. പിന്നെ എൻ്റെ മെഷീൻ കത്രിക എടുത്തിട്ടാണ് ഇതിൻ്റെ നശിച്ചു പോയ എല്ലാ ലീഫുകളും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഞാൻ ഈ മല്ലികയുടെ ഇലയിൽ വൈറ്റ് കളർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചത് അത് ആദ്യമേ വെറുതെ വന്നതായിരിക്കും എന്നാണ്. പക്ഷെ അതൊരു അസുഖമാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ശീലേച്ചി ആയാലും ആരായാലും പറഞ്ഞു തന്നതിന് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. കാരണം അത് നശിച്ചു പോകുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. പിന്നെ താഴെ പോയ ഇലകളൊക്കെ വേഗം പൊറുക്കി ഒഴിവാക്കിട്ടോ. ഇനിയിപ്പോൾ അതവിടെ കിടന്നിട്ട് അതിമെന്ന് അണുക്കൾ ഇങ്ങോട്ട് കയറണ്ട. പിന്നെ ഈ ഓർക്കിഡ് റോസിലേ ഇത് എന്തായാലും പൂക്കളൊക്കെ വാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് കട്ട് ചെയ്യുക? അതിൻ്റെ താഴെയായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. സാധാരണ നമ്മൾ റോസ് ഒരു പൂട്ട് വാടി കഴിഞ്ഞാൽ 2 ലീഫ് താഴെ കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട അറിയണോലൊന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ബട്ടർ കപ്പിൽ നിന്ന് ആദ്യമായിട്ടുള്ള 2 പൂ ഒന്നിച്ച് കൂടുന്നത് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്തതാട്ടോ. ഈ ബട്ടർ കപ്പ് കാണാനുള്ള ചന്തം പോലെ തന്നെയാണ് അതിൻ്റെ പെറ്റൽസ് കേട്ടോ. വെരി സോഫ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി വൈറ്റ് റോസ് ഇനി 2 ദിവസം കൂടി ഇങ്ങനെ കാണാം. കോഴി കൂറുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോഴീൻ്റെ കൂവൽ ഇന്ന് എന്തായാലും എനിക്ക് കോഴീൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ആഡാക്കി ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു വീഡിയോ കൂടി രാവിലെ അപ്ലോഡ് ചെയ്യാൻ നിന്നതാട്ടോ. പിന്നെ അപ്പോഴാണ് ഒരു കമൻറ്റ് വന്നത്, നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓഫിലാണെന്ന് കിടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ അത് ഓഫിലൊന്നുമല്ല. പക്ഷെ അത് യൂട്യൂബ് അവരവിടെ ഓഫാക്കിയത് കാരണം ഞാൻ എൻ്റെ നാട് അതിൽ കാണിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ആ കുളത്തിൽ മക്കൾ ചാടുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികളുള്ളതിനെ കൊണ്ട് അവരത് ഓഫ് ചെയ്തേ കേട്ടോ കമൻറ്റ് ബോക്സ്. കമൻറ്റ് ബോക്സ് ഒരിക്കലും ഞാൻ ഓഫാക്കിയിടില്ല. കമൻറ്റുകളാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങളെ കമൻറ്റ്സ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. വീണ്ടും ഒരു മടുപ്പില്ലാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങളെ കമൻസിൽ നിന്ന് തന്നെയാണ് എനിക്ക് ആ ഒരു മെൻറ്റാലിറ്റി വരുന്നത്. നേരം വെളുത്താൽ വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. വത്സം ചെടികൾ ഒരുപാട് പൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ വത്സത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, പ്രത്യേക എനർജി കിട്ടുന്നുണ്ട്. പിന്നെ ഈ 2 ഫ്ലവേഴ്സ് ഒന്നിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇത് 2 ബോൾസും തന്നെയാണ് കേട്ടോ. ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നോ ഈ ഫ്ലവർ വൈറ്റ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ളത്. അതും ബോൾസത്ത് പെട്ട് തന്നെയാണ്. പക്ഷേ വെള്ളമാകുമ്പോഴേ ശരിക്കും വീഡിയോയിൽ അത് പതിക്കുന്നില്ല. അതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെ അടുക്കും അതൊന്നും ശരിക്കും എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വിങ്ക എനിക്ക് ഇനിയും വാങ്ങണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നത് കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ബൊഗൈൻവില്ലക്ക് 3 ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് ഞാൻ ഓർഡർ ആക്കിയതാണ്. ഈ ഒരു ബന്ധിപ്പ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ ലീഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. സിന്ധു ചേച്ചി ചെയ്തൊരു കമൻറ്റാണിത്. മോളെ ഇത് വേഗം കമ്മൽ ചെടിയുടെ വിത്ത് പാകിക്കോ, 2 ആഴ്ച കൊണ്ടേ ഇത് മുളയ്ക്കുള്ളൂ എന്ന് സിന്ധു ചേച്ചിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി ഇതിൽ ഉണങ്ങുന്നില്ല, വിത്ത് ഉണങ്ങുന്നില്ലല്ലോ. ഞാനിത് ഭയങ്കര വെയിറ്റിങ്ങിലാണ്. കാരണം ഞാൻ ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൂന്തോട്ടം ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് കമ്പിന് വരെ കേടൊന്ന് പോവുകയാണ്. കണ്ടോ താഴെ ഒരു ഹോള് വന്നിട്ടുള്ളത് വലിയൊരു ദോരായിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ കമ്പും ഇങ്ങനെ തന്നെ വന്നത്. അപ്പോൾ ഞാൻ ആദ്യം വന്നൊരു കമ്പ് എടുത്ത് കണ്ട് കുത്തിയാണ് ഈ ഒരു ചെടി. ഇപ്പോൾ ഇതും അതേപോലെ തന്നെ ആയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ കട്ട് ചെയ്തിട്ട് ആ കമ്പ് എടുത്ത് കണ്ട് വേറെ മണ്ണിൽ കുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ ഇതിന് പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. പിന്നെ ഈ കമൻറ്റിൽ കാണുന്നത് പോലെ വെള്ളം ഏറിയത് കൊണ്ടാണോ എന്തോ അറിയില്ല. കാരണം ഞാൻ ഡെയിലി ഇതിനെ നനച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ചെടി. അതുകൊണ്ടാണാവോ ഇനി അങ്ങനെ വലിയ ഹോള് വന്നതും ഇതിന് കേട് വന്നതും ഒക്കെ. വിങ്കയുടെ വേറെയും തൈകൾ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ നിന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. കാരണം അതിങ്ങനെ ഉഷാറല്ലാണ്ട് നിന്നാൽ പിന്നെ വീഡിയോ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പൂട്ടതൊക്കെ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് പറഞ്ഞില്ലേ, അതിൽ പെട്ടാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ ചെടികളും വെക്കുന്ന ഏരിയയിലല്ല വെച്ചത്. ഇത് കുറച്ച് തണലത്താണ്. ഇതാ നമ്മളെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് മരത്തിൻ്റെ മുകളിൽ ഇവനാണ് എന്നും അധികവും പോവാറ് കേട്ടോ. ഇവൻ മാത്രമല്ല, ഇവന് കൂട്ട് പിടിക്കാൻ വേറെയും ആളുകളുണ്ട്. വേറെയും 2 കോഴികളും കൂടി ഉണ്ട്. ഇവൻ മരത്തിൽ കയറിയപ്പോഴേ ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ കയറിയിട്ടാണ് കേട്ടോ ഇവൻ്റെ അഭ്യാസം മുഴുവനും. ഇതാണ് ഇവൻ്റെ സിംഹാസനം. ഇവിടെ നിന്നിട്ടാണ് ഡെയിലി അവൻ ഇങ്ങനെ കൂവി വിളിച്ചുണ്ടാക്കാറ്. എന്നെ ഡബ് ചെയ്യാനും സമ്മതിക്കൂല. എന്നും ഇവനെ കാണാണ്ട് ഇവൻ്റെ കൂവൽ മാത്രമല്ലേ നിങ്ങൾ കേൾക്കാറ്. ഇന്ന് ഇവൻ്റെ കൂവലോട് കൂടി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇവൻ്റെ കൂവൽ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ തുണക്കാരൻ ദാണ്ടെ വരുന്നു. ഇതാണ് വേറൊരാൾ. ഇവർ 2ആളുടെയും വോയിസാണ് കേട്ടോ അധികവും എല്ലാ വീഡിയോസിലുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. രാവിലത്തെ ഷോർട്സിൽ കമൻറ്റ് ബോക്സ് ഓഫായിന് അതും കൂടി ഇതിൽ എഴുതിക്കൊണ്ടു കേട്ടോ. ഓക്കെ, ബൈ.